ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ത്രീ ഫേസ് ഡി ബിയിൽ നമ്മൾ കൊടുക്കുന്ന എം സി ബികൾ. ആ എം സി ബികൾ ഏതൊക്കെ സെക്ഷനിലേക്കാണ്? പവർ സെക്ഷനിലേക്ക്, നോർമൽ സെക്ഷനിലേക്ക്, ഇൻവെർട്ടർ സെക്ഷനിലേക്ക്, അങ്ങനെ ഓരോ സെക്ഷനുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇതിപ്പോൾ 3 ഫേസിൻ്റെ സെക്ഷനാണ് വരുന്നത്. റെഡിൻ്റെ സെക്ഷൻ, വൈയുടെ സെക്ഷൻ, ബിയുടെ സെക്ഷൻ. ഇതിപ്പോൾ 6 വേ ഡി ബി ആയതുകൊണ്ട് ഒരു വേയിൽ എന്ന് പറയുന്നത് ഒരു ഫേസിൻ്റെ രീതിയിൽ വരുന്നത് 6 എം സി ബികളാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് 6 × 18 എം സി ബികളാണുള്ളത്. പിന്നെ ഏറ്റവും ആദ്യം തന്നെ സപ്ലൈ വരുന്നത് ഐസൊലേറ്ററിലേക്കാണ്. ഐസൊലേറ്ററിൽ നേരെ ഇ എൽ സി ബിയിലേക്ക് വന്നു. ഇ എൽ സി ബിയിൽ നിന്ന് നേരെ വരുന്നത് സെലക്ടറുകളിലേക്കാണ് വരുന്നത്. സെലക്ടറുകളിൽ നിന്ന് നേരെ സെലക്ട് ചെയ്ത് റെഡ് ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ഫേസ് വരുന്നത് ഓരോ സെക്ഷനിലേക്കുള്ള എം സി ബികളുടെ സെക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാ സെക്ഷനിലെ എം സി ബികൾ നമ്മൾ ഓരോന്ന് കൊടുക്കുന്നത് എ സിയുടെ സെക്ഷനാണ് ഓരോ ഫേസിലും കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമേ തന്നെ നോക്കുക, 16 എം സി ബികൾ, 20യുടെ എം സി ബികൾ, 20 ആംപിയർ, 16 ആംപിയർ, അങ്ങനെ സെപ്പറേറ്റ് 10 ആംപിയർ, അങ്ങനെ സെപ്പറേറ്റ് എം സി ബികളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, റെഡ് എന്ന് പറയുന്ന എം സി ബികളിൽ നമ്മൾ 20യുടെ കൊടുത്തു. അത് 4 എ സി വരുന്നതുകൊണ്ട് 4 സെക്ഷനുകളിലായിട്ട് 4 എ സി വരുന്നതുകൊണ്ട് 3 ലൈനിൽ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൽ മാത്രം എക്സ്ട്രാ ഒരു 20 കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നോക്കുക, നിങ്ങൾക്ക് കണ്ട 16ൻ്റെ സെക്ഷനുകളാണ്. 16ൻ്റെ സെക്ഷനുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16ൻ്റെ എം സി ബികൾ ഇതുപോലെ തന്നെ പവർ സെക്ഷൻ വരുന്നുണ്ട്, മോട്ടറിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ 10 ആംപിയറിൻ്റെ എം സി ബി എന്ന് വെച്ചാൽ റൂം സർക്യൂട്ടുകൾ, പിന്നെ ലിവിങ് ഏരിയ, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഏരിയകളിലെല്ലാം നമുക്ക് 10 ആംപിയർ കൊടുത്താൽ മാത്രം മതി. ഈ 16 ആംപിയർ എന്ന് പറയുന്നത് നമ്മൾ പവർ സെക്ഷനുകളിലേക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പവർ സെക്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ. ഈ 10 ആംപിയർ നമ്മൾ കണ്ടോ ഇവിടം വരെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ സെക്ഷനാണ്. ഇൻവെർട്ടറിന് വേണ്ടി സെപ്പറേറ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു എം സി ബി കൊടുത്തിട്ടുണ്ട്. 16 ആംപിയറിൻ്റെ എം സി ബി കൊടുത്തിട്ടുണ്ട്. അത് ചാർജിങ് സെക്ഷന് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാ ഫേസിൽ നിന്ന് എടുത്തതിന് ശേഷം നേരെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് പോകുന്നു. ഇൻവെർട്ടർ സെക്ഷനിൽ നിന്ന് ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത് നേരെ വരുന്നത് അപ്പുറത്തെ എം സി ബിയിലേക്കാണ്. ഈ 16നെ എം സി ബിയുടെ താഴെ കൊടുക്കുന്നു. പിന്നെ നമ്മൾ വരുന്നത് 16 ആംപിയറിൻ്റെ എം സി ബിയുടെ ഔട്ടാണ് നമ്മുടെ ഇൻവെർട്ടർ സർക്യൂട്ടിൻ്റെ റൂമുകളിലേക്ക് എവിടെയൊക്കെ നമ്മൾ ഓൾറെഡി വലിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ എം സി ബിയുടെ മുകളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ചാർജിങ്ങിന് ഒരു 16 ആംപിയറിൻ്റെ എം സി ബിയും കൊടുക്കുന്നുണ്ട്. ഔട്ടിനും ഇതുപോലെ തന്നെ 16 ആംപിയറിൻ്റെ എം സി ബി കൊടുക്കുന്നുണ്ട്. ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് സെക്ഷനാണ്. എർത്തിൻ്റെ ലീഡുകളെല്ലാം അവിടെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ന്യൂട്രലിൻ്റെ സെക്ഷൻ വരുമ്പോൾ ന്യൂട്രലിൻ്റെ സർക്യൂട്ടുകളുടെ ന്യൂട്രലുകളെല്ലാം തന്നെ ന്യൂട്രൽ ലിങ്കിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ആംപിയറിൻ്റെ എം സി ബിയുടെ പവർ സെക്ഷനിലേക്ക് കൊടുത്തു. റൂം സർക്യൂട്ടുകൾ നമ്മൾ ഒരു 10 ആംപിയറിലേക്ക് കൊടുത്തു. എ സി ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു 20 ആംസിൻ്റെ കൊടുക്കാം. ഒരു 3 എ സിയിലേക്ക് 3 ഫേസിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 3 ഫേസിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതിന് എക്സ്ട്രാ ഒരു ഫേസ് എ സി കൂടുതലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസിലേക്ക് കൂടി ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 3 ഫേസ് ഡി ബിയിൽ നമ്മൾ എം സി ബികൾ ഏതൊക്കെ സെക്ഷനിലേക്ക് കൊടുക്കണമെന്ന് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.